പ്രിയപ്പെട്ടവരെ, തീർച്ചയായും വീടുകൾ ശാന്തിയുടെ മറുപ്പച്ചകളും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സ്രോതസ്സുകളുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അരുളി, വജഅല ലക്കും മിൻ ബുയൂതികും സകന. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ വീടുകളെ നിങ്ങൾക്ക് ശാന്തി കേന്ദ്രങ്ങളാക്കിയിരിക്കുന്നു. എന്തെന്നാൽ കുടുംബത്തിന്റെ തൊട്ടിലും സുരക്ഷിതത്വവും സ്ഥിരതയും നിലനിൽക്കുന്ന ഇടവുമാണത്. അതുകൊണ്ട് തന്നെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ രാത്രിയും വീടെന്ന അനുഗ്രഹത്തിന് അല്ലാഹുവിനെ സ്തുതിക്കാറുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ വസഖാനാ വകഫാനാ വആവാനാ ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഅ്വി. നമുക്ക് ഭക്ഷണവും പാനീയവും നൽകുകയും നമ്മെ സംരക്ഷിക്കുകയും നമുക്ക് അഭയം നൽകുകയും ചെയ്ത അല്ലാഹുവിനാണ് സർവസ്തുതിയും. യാതൊരു സംരക്ഷകനും അഭയവുമില്ലാത്ത എത്രയോ ആളുകളുണ്ട്. അതായത് അവർക്ക് വസിക്കാൻ ഒരിടമോ അഭയം പ്രാപിക്കാൻ ഒരു വീടോ ഇല്ല. വീടുകളെ സജീവമാക്കുന്ന ഏറ്റവും മഹത്തായ കാര്യം അള്ളാഹുവിനെ സ്മരിക്കുക, അള്ളാഹുവിന്റെ ദിക്ർ എന്നതാണ്. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുൽ ബൈത്തില്ലദീ യുദ്കറുല്ലാഹു ഫീഹി വൽ ബൈത്തില്ലദീ ലാ യുദ്കറുല്ലാഹു ഫീഹി മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. അള്ളാഹു സ്മരിക്കപ്പെടുന്ന വീടിന്റെയും അള്ളാഹു സ്മരിക്കപ്പെടാത്ത വീടിന്റെയും ഉദാഹരണം ജീവനുള്ളവന്റെയും മരിച്ചവന്റെയും ഉദാഹരണം പോലെയാണ്. ഒരുപാട് ആശയങ്ങളുള്ള ഈ പ്രവാചക വചനം നോക്കൂ. അള്ളാഹുവിനെ സ്മരിക്കാൻ താല്പര്യപ്പെടുന്നവരുടെ വീടിനെ ജീവന്റെ ചൈതന്യമുള്ള മനുഷ്യനോടാണ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചിരിക്കുന്നത്. വീടുകളിൽ നമസ്കാരം നിർവഹിക്കുന്നതിലൂടെയും അവ സജീവമാകുന്നു. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും പള്ളിയിൽ നിന്ന് നമസ്കാരം പൂർത്തിയാക്കിയാൽ തന്റെ നമസ്കാരത്തിൽ നിന്ന് ഒരു വിഹിതം വീട്ടിലേക്ക് മാറ്റിവെക്കട്ടെ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിസ്കാരം മൂലം വീട്ടിൽ നന്മ വരുത്തുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നിസ്കാരം നിർവഹിക്കാത്ത വീടുകളിൽ എങ്ങനെയാണ് നല്ലൊരു ജീവിതം ഉണ്ടാവുക? വീടുകൾ സജീവമാക്കാൻ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം അവിടെ സലാം വ്യാപിപ്പിക്കുക, പ്രചരിപ്പിക്കുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നോക്കൂ, فإذا دخلتم بيوتا فسلموا على أنفسكم تحية من عند الله مباركة طيبة. വീടുകളിലേക്ക് കടക്കുമ്പോൾ അല്ലാഹുവിൽ നിന്നുള്ള അനുഗ്രഹീതവും ഉദാത്തവുമായ ഉപഹാരം എന്ന നിലക്ക് നിങ്ങൾ പരസ്പരം സലാം പറയണം. സത്യവിശ്വാസി തന്റെ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ, വീട്ടിലേക്ക് കടക്കുമ്പോൾ ഇസ്ലാമിക അഭിവാദ്യത്തിലൂടെ സലാം കൊണ്ട് തുടങ്ങുന്നതും അതിന്റെ അർത്ഥം ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്നതും കുടുംബത്തിന് അതിന്റെ ബറക്കത്ത് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നതും എത്ര മനോഹരമാണ്. സലാം എന്നത് മാനസികവും സാമൂഹികവുമായ ആശയവിനിമയത്തിന്റെ താക്കോലാണ്. അത് കുടുംബത്തിന്റെ വിശ്വാസപരവും മൂല്യപരവും ഭൗതികവും വൈകാരികവുമായ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള അടിസ്ഥാനവുമാണ്. ഇതിനെ ശരിവെച്ചുകൊണ്ട് ഹബീബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അഹ്ലി ബൈതി യതവാസലൂൻ ഫയഹ്താജൂൻ. ആശയവിനിമയം നടത്തുന്ന ഒരു കുടുംബവും ദാരിദ്ര്യത്തിലാവുകയില്ല. അതിനാൽ നിങ്ങളുടെ വീടുകളിൽ ആശയവിനിമയം ശക്തമാക്കുക. മൊബൈൽ ഫോണുകൾക്കോ മറ്റു തിരക്കുകൾക്കോ തടസ്സപ്പെടുത്താൻ കഴിയാത്ത വിധം നിങ്ങളുടെ കുടുംബത്തിനായി സമയം നീക്കിവെക്കുക. കുടുംബത്തെ അവഗണിക്കുന്നത് അവരെ നശിപ്പിക്കാനും കടമകളിൽ വരുത്തിയ വീഴ്ചയിൽ പിന്നീട് ഖേദിക്കാനും കാരണമാകും. ഒരാൾ താൻ സംരക്ഷിക്കേണ്ടവരെ പാഴാക്കുന്നത് തന്നെ വലിയ പാപമാണെന്ന് ഹബീബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ബുദ്ധിമാൻ തന്റെ കുടുംബത്തിനായ സമയം കണ്ടെത്തുന്നവനാണ്, അവരിൽ നിന്ന് അകന്നു നിൽക്കുന്നവനല്ല. തന്റെ പ്രയാസത്തിലും സന്തോഷത്തിലും കുടുംബമാണ് കൂടെ ഉണ്ടാകുക എന്ന് അവൻ തിരിച്ചറിയുന്നു. അതിനാൽ നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ അല്ലാഹുവിൽ നിങ്ങൾ സൂക്ഷിക്കുക. അവരോട് നല്ല വാക്കുകൾ മാത്രം പറയുക, സ്നേഹവും ബഹുമാനവും കൈമാറുക, വീഴ്ചകൾ പുറത്തു നൽകുക, ചെറിയ തെറ്റുകൾ ചികഞ്ഞു നോക്കുന്നത് ഒഴിവാക്കുക, വേദനിപ്പിക്കുന്ന സംസാരങ്ങളിൽ നിന്നും പിണക്കങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക. അവർക്കിടയിൽ വിവേകമുള്ളവരും കാരുണ്യമുള്ളവരും വിശ്വസ്തരും മാന്യരുമായി നിങ്ങൾ തുടരുക. ഹബീബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അറാദല്ലാഹു ബിഅഹ്ലി ബൈതിൻ ഖൈറ അദ്ഖല അലൈഹിം റിഫ്ഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കുടുംബത്തിന് നന്മ ഉദ്ദേശിച്ചാൽ അവർക്കിടയിൽ അവൻ സൗമ്യത എന്ന സ്വഭാവം പ്രവേശിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, വീടുകളിലെ ജീവൻ നിലനിൽക്കുന്നത് അവയുടെ തുടക്കം മുതലുള്ള വിവേകപൂർണമായ സമീപനത്തിലാണ്. ജീവസുറ്റ വീടുകളുള്ള കുടുംബങ്ങൾ
തങ്ങളുടെ മക്കളെ ഉത്തരവാദിത്വ ബോധത്തോടെ വളർത്തുകയും ആർഭാടങ്ങളോ അമിതവ്യയമോ ദൂർത്തോ ഇല്ലാതെ വിവാഹം ലളിതമാക്കുകയും ചെയ്യുന്നു. അമിതമായ ചെലവുകൾ കുടുംബജീവിതത്തിന്റെ സമാധാനം നശിപ്പിക്കുകയും സാമ്പത്തിക ബാധ്യതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. എന്നാൽ ചില കുടുംബങ്ങൾ എന്തിനാണ് വിവാഹ നിശ്ചയത്തിനും വിവാഹത്തിനും മോശമായ ആചാരങ്ങൾ പിന്തുടർന്ന് വലിയ തുകകൾ ചെലവാക്കുന്നത്? വില കൂടിയ സമ്മാനങ്ങൾ പ്രദർശിപ്പിക്കാനും ആഡംബരങ്ങൾ കാണിച്ച് മത്സരിക്കാനും അവർ മുതിരുന്നു. ഇതെല്ലാം പുതിയതായി തുടങ്ങുന്ന ഒരു കുടുംബത്തിന് താങ്ങാനാവാത്ത ഭാരവും കടബാധ്യതയുമാണ് വരുത്തിവെക്കുന്നത്. അങ്ങനെ വിവാഹം ഒരു സന്തോഷത്തിന് പകരം വലിയൊരു ഭാരമായി മാറുന്നു. കടബാധ്യതകൾ വേട്ടയാടുമ്പോൾ വിവാഹത്തിൽ എങ്ങനെ സന്തോഷിക്കാൻ കഴിയും? അതുകൊണ്ട് ഹബീബ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പിന്തുടർന്നു പൂർവികരുടെ വഴി സ്വീകരിച്ചും നിങ്ങളുടെ മക്കൾക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുക, ലഘൂകരിച്ചു കൊടുക്കുക. വിവാഹ ചെലവ് ലളിതമാക്കുന്ന ഏതൊരു കുടുംബത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് നൽകുകയും അവർക്ക് ഐശ്വര്യം നൽകുകയും ചെയ്യും. ഹബീബ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിവാഹാലോചനയും മഹറും എളുപ്പമാകുന്നതാണ് ഒരു സ്ത്രീയുടെ ഭാഗ്യം. വിവാഹം എളുപ്പമാക്കാനും അതിന്റെ ഭാരങ്ങൾ കുറക്കാനും മുൻകൈയെടുക്കുന്ന നമ്മുടെ ഭരണകൂടത്തോട് നാം നന്ദി പറയുന്നു. അതുപോലെ സ്വന്തം മക്കളുടെ വിവാഹം ലളിതമാക്കി മറ്റുള്ളവർക്ക് മാതൃകയായ മാതാപിതാക്കളെയും നാം അഭിനന്ദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, തീർച്ചയായും മക്കൾ വീടുകളിലെ സുഗന്ധ പുഷ്പങ്ങളാണ്. അവർ മാതാപിതാക്കളുടെ കൺകുളിർമയും അവർക്കൊരു കരുത്തുമാണ്. വീട്ടിൽ മക്കൾ കൂടുന്തോറും ജീവിതത്തിന്റെ ആർത്തതലങ്ങൾ അവിടെ വികസിക്കുന്നു. അതുകൊണ്ടാണ് സന്താനലബ്ധി ലക്ഷ്യമാക്കി വിവാഹം കഴിക്കാൻ ശരീഅത്ത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചത്. സക്കരിയ നബി അലൈഹിസ്സലാം തന്റെ രക്ഷിതാവിനോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു, റബ്ബി ഹബ് ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തു, നാഥാ, നിന്റെ പക്കൽ നിന്ന് ഒരു ഉത്തമ സന്താനത്തെ എനിക്ക് തരണമേ. അതിനാൽ അള്ളാഹുവിന്റെ അടിമകളെ, പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ വിവാഹത്തിൽ താല്പര്യം കാണിക്കുക. തീർച്ചയായും അത് നിങ്ങളുടെ രക്ഷിതാവിന്റെ ഇഷ്ടത്തിന് അനുയോജ്യമായതും അവന്റെ സൃഷ്ടിപ്പിലെ ചര്യ പിന്തുടരുന്നതുമാണ്. ഒരാൾക്ക് ഫലഭൂയിഷ്ടമായ ഒരു ഭൂമി ഉണ്ടാവുകയും അള്ളാഹു അത് കൃഷി ചെയ്യാനുള്ള വഴികൾ എളുപ്പമാക്കി കൊടുക്കുകയും ചെയ്തിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവൻ അവിടെ കൃഷി ചെയ്തില്ലെങ്കിൽ അവൻ ആക്ഷേപത്തിന് അർഹനല്ലേ? അതുപോലെ തന്നെയാണ് വിവാഹം കഴിച്ചിട്ടും കുട്ടികൾ ഉണ്ടാകാൻ ആഗ്രഹിക്കാത്തവനും. നിങ്ങളുടെ രക്ഷിതാവിന്റെ അത്ഭുതകരമായ വചനം നോക്കൂ, നിസാഉക്കും ഹർസുൽ ലക്കും, ഭാര്യമാർ നിങ്ങളുടെ കൃഷിസ്ഥലമാണ്. അതിനാൽ തന്റെ കൃഷിയിടം ഉപേക്ഷിക്കുകയും വംശവർദ്ധനവ് തടയുകയും ചെയ്യുന്നവൻ വിചാരണക്കും താക്കീതിനും വിധേയനായേക്കാം. വന്ധ്യത ചികിത്സയിലും പ്രത്യുൽപാദന ശേഷി വർദ്ധിപ്പിക്കുന്നതിലും വൈദ്യശാസ്ത്രം ഇന്ന് ഏറെ മുന്നേറിയിട്ടുണ്ട്. അതിനാൽ നാം അതിനുള്ള കാരണങ്ങൾ തേടേണ്ടതുണ്ട്. സന്താനലബ്ധി ഉപജീവനവുമായി ബന്ധപ്പെട്ടതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വജഅല ലക്കും മിൻ അസ്വാജികും ബനീന വഹഫദതൻ വറസഖകും മിനത് ത്വയ്യിബാത്. ഇണകൾ വഴി മക്കളെയും പേരമക്കളെയും സൃഷ്ടിക്കുകയും ഉദാത്ത വസ്തുക്കളിൽ നിന്ന് ആഹാരം നിങ്ങൾക്ക് തരികയുമുണ്ടായി. അതുകൊണ്ട് സന്താനങ്ങൾക്കായുള്ള ആഗ്രഹം ഒരു പുണ്യമായി നിങ്ങൾ കാണുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ കുട്ടികൾക്ക് വേണ്ടിയല്ലാതെ വിവാഹം കഴിക്കാറില്ല. കാരണം വിവാഹത്തിന്റെ പ്രധാന ലക്ഷ്യം കുടുംബം കെട്ടിപ്പടുക്കുക, സമൂഹത്തെ വളർത്തുക, രാജ്യത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുക, ഉത്തമമായ സന്താനങ്ങളിലൂടെ ജീവിതം സജീവമാക്കുക എന്നിവയാണ്. സന്താനവർദ്ധനയിലുള്ള ഒരു മാർഗം കഴിവുള്ളവർക്കും നീതി പുലർത്താനും നല്ല രീതിയിൽ സംരക്ഷിക്കാനും സാധിക്കുന്നവർക്കും ഒന്നിലധികം വിവാഹങ്ങൾ കഴിച്ച് കുടുംബങ്ങളെ വിപുലീകരിക്കുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫൻകിഹു മാ ത്വാബ ലക്കും മിനൻ നിസാഇ മസ്ന വസുലാസ വറുബാ. മറ്റു വനിതകളിൽ നിന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന 2, 3, 4 പേരെ വിവാഹം കഴിക്കുക. അത് വീടിനെ കൂടുതൽ ചൈതന്യവത്താക്കാനും കുടുംബത്തെ കൂടുതൽ അനുഗ്രഹീതമാക്കാനും സമൂഹത്തിന്റെ വളർച്ചയ്ക്കും രാജ്യത്തിന്റെ കരുത്തിനും ഐശ്വര്യത്തിനും വഴിയൊരുക്കുന്നു. അല്ലാഹുവേ, നിങ്ങളുടെ മക്കളിലും കുടുംബങ്ങളിലും നീ സന്തോഷം നൽകണേ, സന്തോഷം നിലനിർത്തണേ. നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് കൺകുളിർമയാക്കണേ. അല്ലാഹുവേ, യഥാർത്ഥ വിശ്വാസികളിൽ നിങ്ങൾ ഉൾപ്പെടുത്തണേ. മാതാപിതാക്കളെ ഗുണം ചെയ്യാനും ആത്മാർത്ഥമായി നിന്നെ ആരാധിക്കാനും
സൽക്കർമ്മങ്ങൾ ചെയ്യാനും നീ നിങ്ങൾക്ക് തൗഫീഖ് നൽകണേ. അല്ലാഹുവേ, ചെറുപ്പത്തിൽ മാതാപിതാക്കൾ ഞങ്ങളെ പോറ്റി വളർത്തിയ പോലെ നീയും അവരുടെ മേൽ കരുണ ചൊരിയണേ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.